إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات أولئك مبرؤون مما يقولون لهم مغفرة ورزق كريم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള ആദരണീയരായ വിശ്വാസിനികളായ സഹോദരങ്ങളെ, സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തഖ്വയുള്ളവരായി ജീവിച്ച് അതേ അവസ്ഥയിൽ ഈ ലോകത്തോട് യാത്ര പറയണു. എല്ലാവരും നിരന്തരമായി പരിശ്രമിക്കണം, അതിനായി ദ്വാരക്കണമെന്ന് സ്വന്തത്തോടുന്ന പോലെ എല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തഖ്വയും ഈമാനും ഇസ്തിഖാമത്തുമുള്ള ജീവിതം നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാനാകുന്നത് ധാരാളം ദാമ്പത്യ തകർച്ചയുടെയും അതേപോലെ തന്നെ വിവാഹമോചനങ്ങളുടെയും എല്ലാം എണ്ണം കൂടിക്കൂടി വരികയാണ്. അതേപോലെ ഒരു കുടുംബത്തിൽ സമാധാനവും സന്തോഷവുമെല്ലാം കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്.
കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ ഖുത്ബയിൽ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ നമുക്ക് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താം, അതിന് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി നാം അറിഞ്ഞിരിക്കേണ്ടത് കുടുംബത്തിൻ്റെ പ്രാധാന്യവും അതേപോലെ കുടുംബത്തിൻ്റെ മഹത്വവും തിരിച്ചറിയുക എന്നതാണ്. കുടുംബം എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ ഒരു സങ്കല്പമല്ല, അതൊരു വലിയ ഒരു ആത്മീയമായ സ്ഥാപനമാണ്. കുടുംബമെന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ, ഒരു സൊസൈറ്റിയുടെ, ഒരു സമാജത്തിൻ്റെ ഒരു ബേസിക് യൂണിറ്റാണ് കുടുംബം എന്നുള്ളത്. അപ്പം ആ കുടുംബം താറുമാറായി പോയാൽ അതിലൂടെ താറുമാറാകുന്നത് ആ ഒരു കുടുംബം മാത്രമല്ല, ഒരു സമാജമാണ്, ഒരു സൊസൈറ്റിയാണ്, ഒരു സമൂഹമാണ്. കാരണം കുടുംബം എന്ന് പറയുന്നത് പല കുടുംബങ്ങൾ കൂടുമ്പോഴാണ് ഗ്രാമങ്ങൾ ഉണ്ടാകുന്നത്. പല ഗ്രാമങ്ങൾ ഉണ്ടാകുമ്പോൾ നഗരങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെ സൊസൈറ്റികൾ ഉണ്ടാകുന്നു, പിന്നീട് സംസ്കാരമുണ്ടാകുന്നു, സിവിലൈസേഷൻ ഉണ്ടാകുന്നു. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഈ പറയപ്പെട്ടതിൻ്റെ എല്ലാം അടിത്തറ, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുടുംബമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യവും പവിത്രതയും കൽപ്പിച്ചിരിക്കുന്നത്. ഇതര മതങ്ങളിലോ മറ്റു ഇതര ആത്മീയ ദർശനങ്ങളിൽ പോലും കാണാത്ത, ഇല്ലാത്ത പ്രാധാന്യമാണ് പരിശുദ്ധ ഇസ്ലാം കുടുംബ ബന്ധങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയണം. പരിശുദ്ധ ഖുർആനിന്റെ നല്ലൊരു ഭാഗം നാം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുടുംബത്തിൻ്റെ ക്രമീകരണമാണ്. കുടുംബത്തിൽ പരസ്പരം ഉണ്ടാകേണ്ട ബാധ്യതകൾ, കടപ്പാടുകളെയെല്ലാം വ്യക്തമാക്കുന്നതാണ് നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നായിട്ടാണ് കുടുംബത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. സൂറത്തുർ റൂമിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലാഹു തആല വിവരിച്ചത് ഈ കുടുംബ പശ്ചാത്തലത്തെയാണ്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. അല്ലാഹുവിൻ്റെ ഒരുപാട് അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ. നിങ്ങളിൽ നിന്ന് തന്നെ അല്ലാഹു തആല നിങ്ങൾക്ക് ഇണയെ ഉണ്ടാക്കി എന്നത് നോക്കണം. നിങ്ങളിൽ നിന്ന് തന്നെ അല്ലാഹു തആല നിങ്ങൾക്ക് ഇണയെ സൃഷ്ടിച്ചു തന്നു. എന്തിനു വേണ്ടി? ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾ അവരുമായി സമാധാനത്തോടെ ഒത്തുചേരേണ്ടതിനായിട്ടാണ് അല്ലാഹു തആല നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ജോഡികളെ, ഇണകളെ അല്ലാഹു തആല സൃഷ്ടിച്ചു തന്നത്. നിങ്ങളുടെ ഇടയിൽ അല്ലാഹു തആല സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി. അത് അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ്. ഈ ആയത്തിനെ നല്ലപോലെ നാം പഠിച്ച് മനസ്സിലാക്കി മനനം ചെയ്ത് ഉറ്റാലോചിച്ച് നോക്കിയാൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിലേക്ക്, അവന്റെ വുജൂദിയത്തിലേക്ക് നമ്മെ അത് എത്തിച്ചു തരും. ആ ദൃഷ്ടാന്തം നല്ല പോലെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അല്ലാഹു തആല മവദ്ദത്ത് റഹ്മത്ത് നിശ്ചയിച്ചു തന്നു, ഉണ്ടാക്കി തന്നു. ആ മവദ്ദത്ത് റഹ്മത്ത്, മവദ്ദത്ത് എന്ന് പറയുമ്പോൾ അതൊരു സ്നേഹമാണ്. നിങ്ങൾക്ക് ജോഡികളുമായി ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള ആകർഷണം അത് അല്ലാഹു തആല ഉണ്ടാക്കി തന്നതാണ്. അങ്ങനെ ഉണ്ടാക്കി തന്നില്ല എങ്കിൽ ഇവിടെ മനുഷ്യവംശം നിലനിൽക്കുകയില്ല. അതേപോലെ റഹ്മ, കാരുണ്യവും ആകർഷണം എന്ന് പറയുന്നത് ലൈംഗികമായ നിലക്കുള്ള ആകർഷണം അത് ശാശ്വതമായി നിലനിൽക്കുകയില്ല. പ്രായമാകുമ്പോൾ ചിലപ്പോൾ അത് ഉണ്ടായിക്കണമെന്നില്ല. എങ്കിലും ആ സമയത്ത് നമുക്ക് അവരോട് കാരുണ്യം ഉണ്ടാകുന്നു,
അല്ലാഹു തആല ഉണ്ടാക്കി തന്ന ഒരു ദൃഷ്ടാന്തമാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ഇതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലാഹുവിലേക്ക് എത്താൻ, അവന്റെ വഹ്ദാനിയത്തിലേക്ക്, അവന്റെ വജൂദിയത്തിലേക്ക് എത്താൻ ഇത് വലിയ ഒരു ദൃഷ്ടാന്തമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, കുടുംബം എന്ന് പറയുന്നത് അത് പടച്ചവനിലേക്കുള്ള തെളിവാണ്. എപ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീടിന്റെ ഉള്ളിൽ, വീടകങ്ങളിൽ സമാധാനമുണ്ടാവുക, അവിടെ സന്തോഷമുണ്ടാവുക? നാം മനസ്സിലാക്കുക, ഒന്നാമതായി നാം തിരിച്ചറിയേണ്ടത് ഈ കുടുംബമെന്ന് പറയുന്ന ഈ ആത്മീയമായ സമീപനം, ഈ ആത്മീയമായതായിരിക്കുന്ന ഈ സെറ്റപ്പ്, ഈ സ്ഥാപനം, അതിൻ്റെ മഹത്വം നാം തിരിച്ചറിയുക. ഇത് സമാധാനമുണ്ടാകാനുള്ള ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത് നാം തിരിച്ചറിയേണ്ടത് അവകാശങ്ങളും ബാധ്യതകളും തിരിച്ചറിയുക എന്നതാണ്. ഹുക്കൂക്കുകൾ, കുടുംബബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരുപാട് ഹുക്കൂക്കുകൾ ഉണ്ട്, അത് നാം തിരിച്ചറിയണം. അതായത് എനിക്ക് കിട്ടാനുള്ളതായിരിക്കുന്ന അവകാശങ്ങൾ മാത്രമല്ല, അങ്ങോട്ട് കൊടുക്കാനുള്ള, നൽകാനുള്ള ബാധ്യതകളെ സംബന്ധിച്ചും ബോധവാനാകണം. അതാണ് പരസ്പരമായ ബാധ്യതകൾ. ഇതാണ് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറയുന്നത്, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന, അവർക്ക് നിങ്ങളോട് ബാധ്യതകളുള്ളതുപോലെ നിങ്ങൾക്ക് അവരോട് അവകാശങ്ങളുണ്ട്. അവകാശ ബാധ്യതകൾ, അവകാശങ്ങളുള്ളതുപോലെ ബാധ്യതകളുണ്ട്, ബാധ്യതകളുള്ളതുപോലെ അവകാശങ്ങളുണ്ട്. ഇത് പരസ്പരം പൂർത്തീകരിക്കുക. ഇതിനെയാണ് കുടുംബ ജീവിതത്തിലെ തഖ്വ എന്ന് പറയുന്നത്. കുടുംബ ജീവിതത്തിലെ തഖ്വ എന്ന് പറയുന്നതാണ്. ഈ തഖ്വ നാം തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? നാം ആദ്യമായി ഇണകളെ തെരഞ്ഞെടുക്കുന്ന ആ സമയത്ത് തന്നെ ഈ തഖ്വയുണ്ടാകണം. ഇണകളെ തെരഞ്ഞെടുക്കുന്ന അടുത്ത് നിന്നാണ് ഈ തഖ്വയുണ്ടാകേണ്ടത്. അതായത് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഈ തഖ്വയുണ്ടാകണമെന്ന് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നു. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്, തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിഹസബിഹാ വലിജമാലിഹാ വലിദീനിഹാ. സാധാരണ ലോകത്ത് കാണാറുള്ളത് വിവാഹം കഴിക്കുക എന്നത് പ്രധാനമായും 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അവളുടെ സമ്പത്ത് നോക്കിയിട്ടാണ്, അവളുടെ സൗന്ദര്യം നോക്കിയിട്ട്, അതേപോലെ അവളുടെ കുലീനത, അവളുടെ തറവാട്ട് നോക്കിയിട്ട്, അവളുടെ ദീന് മതബോധം നോക്കിയിട്ട്. മതബോധമുള്ളവളെയായിരിക്കണം നീ തിരഞ്ഞെടുക്കേണ്ടത്, അതിലൂടെയായിരിക്കണം നീ വിജയം വരിക്കേണ്ടത്. അതിൽ മാത്രമാണ് നിനക്ക് വിജയമുണ്ടാവുക. അല്ല എങ്കിൽ നിന്റെ കുടുംബജീവിതം താറുമാറായി പോകും. ഒരു പുരുഷനെ തിരഞ്ഞെടുക്കുമ്പോഴും എന്ത് മാനദണ്ഡമാണ് വേണ്ടത്? അതും റസൂൽ പഠിപ്പിച്ചു. ഇദാ താകും മൻ തർളൂന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂ ഇല്ലാ തഫഅലൂഹു തകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ അരീദ്. നിങ്ങളടുക്കലേക്ക് വിവാഹ ആലോചനയുമായി ദീനീബോധമുള്ള സൽ സ്വഭാവമുള്ള ഒരാൾ വരുമ്പോ നിങ്ങളതിനെ അവഗണിക്കരുത്, ത്യജിച്ച് കളയരുത്. ഉടനെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. വേറെ ഒന്നും നോക്കണ്ട. അവൻ്റെ അടുത്ത് ദീനീബോധമുണ്ടോ, നല്ല സംസ്കാരം, നല്ല അച്ചടക്കം, നല്ല സ്വഭാവമുണ്ടോ, അത് മതി. മറ്റൊന്നില്ലെങ്കിലും പ്രശ്നമല്ല, അല്ലേ? നമുക്ക് ദീനീബോധമൊക്കെ പിന്നുണ്ടാക്കാം, മതബോധമൊക്കെ പിന്നുണ്ടാക്കാം, നമുക്ക് സമ്പത്ത് മറ്റുള്ളതൊക്കെ ഉണ്ടാകട്ടെ എന്നുള്ള ചിന്ത അത് അപകടത്തിലേക്കായിരിക്കും പോവുക. അതാണ് റസൂൽ പിന്നീട് പറഞ്ഞത്, ഇല്ലാ തഫ്അലൂഹു തകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ അരീദ്. അങ്ങനെ നിങ്ങൾ ചെയ്തില്ല എങ്കിൽ അവിടെ വലിയ കുഴപ്പമായിരിക്കും കുടുംബത്തിലുണ്ടാവുക, വലിയ കുഴപ്പമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ദീനീബോധമുള്ളവളെ, ദീനുള്ളവനെ നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതുകൊണ്ടാണല്ലോ പ്രേമവിവാഹത്തെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയത്, അല്ലേ? ഇണ്ടൊക്കെ അതാണല്ലോ കാണുന്നത്. പ്രേമവിവാഹം, ലവ് മാരേജ് ആണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ആ സമയത്ത് ഉണ്ടായ പൊട്ടിമുളച്ചതായിരിക്കുന്ന സ്നേഹം, അല്ലെങ്കിൽ കോളേജ് തലത്തിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഒക്കെ പൊട്ടിമുളച്ചതായിരിക്കുന്ന ആ സ്നേഹം
അതിങ്ങനെ വികസിച്ച് വികസിച്ച് പ്രേമമായി അനുരാഗമായി അവസാനം മാരേജിലേക്ക് എത്തുന്ന ഈ അവസ്ഥ പലപ്പോഴും നമ്മളോട് ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് പ്രണയിച്ച് ലവ് ചെയ്തുകൊണ്ട് പെണ്ണിനെ വിവാഹം കഴിക്കാമോ? നമ്മുടെ അപ്പന്മാർക്കെല്ലാം ഇഷ്ടമാണ്, കുടുംബക്കാർക്കെല്ലാം ഇഷ്ടമാണ്, നമുക്കൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ സ്നേഹിച്ച പെണ്ണിനെ അല്ലെങ്കിൽ സ്നേഹിച്ച ആണിനെ വിവാഹം കഴിക്കാമോ എന്നൊക്കെ, ആ വിവാഹം സാധുവാകുമോ എന്നൊക്കെ ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് അത്തരക്കാരോടും മറുപടി നൽകാനുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇസ്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തുന്നു. കാരണം അതിന്റെ തുടക്കം തിന്മയാണ്. അതിന്റെ തുടക്കം നിഷിദ്ധമായ ഒരു കാര്യത്തിൽ നിന്നാണ്. ഏതോ ഒരു അപ്പന്റെ മകളെയോ മകനെയോ സ്നേഹിക്കുക എന്നത് അതൊരിക്കലും അത് ശരിയായ കാര്യമല്ല. വിവാഹത്തിന്റെ ശേഷമാണ് സ്നേഹം, ലവ് എന്ന് പറയുന്നത് വിവാഹത്തിന്റെ ശേഷമാണ്, മുമ്പല്ല. ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞു തരട്ടെ. നല്ല രസകരമായ ഒരു സംഭവം റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായത്. പ്രവാചകന്റെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. അനാഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സുന്ദരിയായ ഒരു പെണ്ണിന്റെ കഥയാണത്. അവൾക്ക് ഒരു പുരുഷനുമായി വലിയ ഇഷ്ടമായി. ആ പെൺകുട്ടിക്ക് ഒരു പുരുഷനുമായി വലിയ ഇഷ്ടമായി. അങ്ങനെ രണ്ടുപേരും പ്രേമിച്ച് അത് എവിടെ എത്തിയെന്ന് വെച്ചാൽ വിവാഹം കഴിക്കാതെ തന്നെ അവർ ശാരീരികമായ ബന്ധത്തിലും ഏർപ്പെട്ടു. വിവാഹം കഴിക്കാതെ ശാരീരികമായ ബന്ധത്തിൽ അവർ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവർ ഒന്നിച്ചായിരുന്നു. ആ സമയത്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ദഅവത്തുമായി എത്തുന്നത്. ഈ ചെറുപ്പക്കാരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നല്ലപോലെ കേട്ടു. ജാഹിലിയായ കാലത്തുള്ള സംഭവമാണിത്, നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് അദ്ദേഹം ഉൾക്കൊണ്ട് ആകൃഷ്ടനായി അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു, തൗഹീദി മാർഗം സ്വീകരിച്ചു. അതോടുകൂടി ആ പ്രണയം, ആ പ്രേമം അയാൾ അവസാനിപ്പിച്ചു. അങ്ങനെ നല്ല ഒരു മുത്തഖിയായി, നല്ല ഒരു ഭക്തനായി അയാൾ ജീവിക്കുകയാണ്. ഇപ്പൊ ആരാണ്? പ്രവാചകന്റെ സ്വഹാബിയാണ്. പക്ഷെ ആ പെൺകുട്ടിക്ക്, ആ സ്ത്രീക്ക് അയാളോടുള്ള ഇഷ്ടത്തിന് യാതൊരു കുറവുമില്ല. ആ സ്ത്രീ ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. ഈ സഹാബിയായ മനുഷ്യൻ ആ പെണ്ണിൽ നിന്നിട്ട് അകന്നു, കഴിയുന്നത്ര അകന്നു. ആ പെണ്ണിനെ പിന്നെ കാണാൻ ഇഷ്ടപ്പെട്ടില്ല. കാലങ്ങൾ കഴിഞ്ഞു, കുറേ കാലങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ ആ പെണ്ണിന്റെ മനസ്സിൽ, ആ സ്ത്രീയുടെ മനസ്സിൽ അപ്പോഴും ആ സ്നേഹം അതിങ്ങനെ നിലനിൽക്കുകയാണ്. ആ പ്രേമം അത് അവളുടെ മനസ്സിൽ നിന്നിട്ട് വിട്ടുപോകുന്നില്ല, അത് അവളുടെ മനസ്സിൽ നിന്നിട്ട് നീങ്ങുന്നില്ല. അവളിങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യനെ കണ്ടുമുട്ടണം, ഈ മനുഷ്യനുമായിട്ട് ഇനിയും ആ ബന്ധം തുടരണമെന്ന് അവൾ ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇയാളാകട്ടെ അവൾക്ക് വിട്ടുകൊടുക്കുന്നില്ല, കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അങ്ങനെ എങ്ങനെയോ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ചന്തയിൽ, ഒരു മാർക്കറ്റിൽ ഇയാളെ അവൾക്ക് കാണാനിടയായി. ആ സ്ത്രീ ഇയാളെ കണ്ടപ്പോ ഒന്നിങ്ങനെ കെട്ടി അറങ്ങി പിടിക്കുകയാണ്. പക്ഷെ ഇയാൾ അവിടുന്ന് കുതറി ഓടാൻ ശ്രമിക്കുന്നു. ഇയാൾ പറയുന്നു, പെണ്ണെ, ഞാൻ മുമ്പത്തെ ആളല്ല, ഞാനിപ്പോ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്, ഞാനിപ്പോ റസൂലിന്റെ സഹാബിയാണ്, മുമ്പത്തതെല്ലാം ഞാനത് ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞും കൊണ്ട് അവൾ എന്നിട്ട് എങ്ങനെയോ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ കണ്ണെത്താ ദൂരത്തേക്ക് അയാൾ എത്തിപ്പെട്ടു. അങ്ങനെ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് അയാളുടെ മനസ്സിൽ ഒരു ഐഡിയ, ഒരു ആലോചന, ഒരു ചിന്ത വന്നു. എന്താണ്? എന്നെ ഇത്രമാത്രം ആ പെണ്ണ് സ്നേഹിക്കുന്നുണ്ടല്ലോ, ഇനി ആ പെണ്ണിനെ ഒന്ന് മംഗലം കഴിച്ചാലോ, ആ പെണ്ണിനെ വിവാഹം കഴിച്ചാലോ എന്നൊരു ഐഡിയ, ഒരാശയം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ സഹാബി പോവുകയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ജാഹിലിയ കാലത്ത് എനിക്കൊരു പെണ്ണിനോട് വല്ലാത്ത സ്നേഹമുണ്ടായി, അനുരാഗമുണ്ടായി, പലതും നമ്മുടെ ഭാഗത്തും സംഭവിച്ചു. എന്നാൽ ഇപ്പോൾ ആ പെണ്ണിനോടുള്ള സ്നേഹം അവസാനിച്ചിട്ടില്ല. ആ പെണ്ണിന് ഇപ്പോഴും എന്നോട് സ്നേഹമുണ്ട്, പ്രേമമുണ്ട്, എനിക്കും അങ്ങോട്ട് സ്നേഹമുണ്ട്, പ്രേമമുണ്ട്. പ്രവാചകനെ, എനിക്ക് വിവാഹം കഴിക്കാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അനുവദിച്ചില്ല. കാരണം
അതിന്റെ തുടക്കം തിന്മയിൽ നിന്നാണ്. തിന്മയിൽ നിന്നുള്ള തുടക്കമാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് തന്നെ ഇത് സംബന്ധമായിട്ട് വിശദീകരിക്കുന്നു. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, അൽ ഖബീസാത്തു ലിൽ ഖബീസീൻ വൽ ഖബീസൂന ലിൽ ഖബീസാത്ത് വത്ത്വയ്യിബാത്തു ലിൽ ത്വയ്യിബീൻ. എന്താണ് ഇവിടെ പറയുന്നത്? അൽ ഖബീസാത്തു ലിൽ ഖബീസീൻ, അതായത് നീചരായ സ്ത്രീകൾ അത് നീചന്മാർക്ക് തന്നെ ജോഡിയാണ്. നീചരായ സ്ത്രീകൾ അത് നീചന്മാർക്ക് തന്നെ ജോഡിയാണ്. ദുഷിച്ച സ്ത്രീകൾ അത് ദുഷിച്ച പുരുഷന്മാർക്കാണ്. അതേപോലെ ദുഷിച്ച ആണുങ്ങൾ ദുഷിച്ച സ്ത്രീകൾക്കാണ്. നല്ല ആണുങ്ങൾ നല്ല സ്ത്രീകൾ നല്ല ആണുങ്ങൾക്കാണ്. നല്ല ആണുങ്ങൾ നല്ല സ്ത്രീകൾക്കാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള ആയത്തുകളൊക്കെ ഇവിടെ ഓതി കേൾപ്പിക്കുകയാണ്. എന്താണ് ഇവിടെ അല്ലാഹു തആല പറയുന്നത്? ഖബീസാത്തു ലിൽ ഖബീസീൻ, ഖബീസായ പെണ്ണ്, ഖബീസായ ഔറത്ത് ഖബീസായ മർദിനാണ്. നാഫാഖ് ഔറത്ത് അത് നാഫാഖ് മർദിനാണ്. പാക് ഔറത്ത് പാക് മർദിനാണ്. അതിന്റെ മാത്രമേ ലൈക്കാവുകയുള്ളൂ, യോജിക്കുകയുള്ളൂ. കാരണം അപ്പോൾ മാത്രമാണ് ആ ബന്ധം സ്ഥായിയായി നിലനിൽക്കുകയുള്ളൂ. പരസ്പരം സമരസ്യവും സഹവാഴ്വയും അതേപോലെ തന്നെ പരസ്പരം സമാധാനവും ഉണ്ടാവുകപ്പോഴാണ്. അല്ല എങ്കിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ താറുമാറായി പോകും. നാം കാണുന്നതിനോട് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് സിനിമാ ലോകത്തൊക്കെ നടക്കുന്നത് ഇത്തരത്തിലുള്ള വിവാഹങ്ങളല്ലേ, മാരേജുകളല്ലേ, ലവ് മാരേജുകളല്ലേ. എന്നിട്ട് അത് ശാശ്വതമായി നിലനിൽക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. അതെ, ഇണകൾ അതാണ് ഞാൻ പറഞ്ഞത്. കുടുംബ ജീവിതത്തിലെ തഖ്വ എന്ന് പറയുന്നത് അത് ഇണകളെ തിരഞ്ഞെടുക്കുന്നിടത്ത് നിന്ന് തന്നെ തുടങ്ങേണ്ടതാണ്. കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ആ തഖ്വയുണ്ടാകണം എന്ന് നാം മനസ്സിലാക്കണം. ഒന്നാമതായിട്ടാണ്. രണ്ടാമത്തെ കാര്യം എന്താണ് നാം പറഞ്ഞത്? പരസ്പരമുള്ള ബന്ധങ്ങൾ അവിടെ ഉണ്ടാകുന്ന ആ ബാധ്യതകൾ, അവകാശങ്ങൾ അതൊക്കെ തിരിച്ചറിയുക. പിന്നീട് ഗാർഹികമായ പീഡനങ്ങൾ അത് ഒഴിവാക്കണം. അത് നമ്മുടെ വീട്ടിൽ നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഗാർഹികമായ ഒരുപാട് പെർസിക്യൂഷൻസുകളും ഹരാസ്മെന്റുകളും ഒക്കെ ഗാർഹികമായി ഉണ്ടാകുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നവരിൽ പോലും, ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന, മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന, കൗൺസിലിംഗ് ക്ലാസ് എടുക്കുന്ന മേഖലയിലൊക്കെ സജീവമാകുന്നവരുടെ ഇടയിൽ പോലും ഒരുപാട് പരസ്പരമുള്ള പിണക്കങ്ങൾ, അതേ അവസാനം പോലീസും അതുപോലെ തന്നെ FIR ഒക്കെ രജിസ്റ്റർ ചെയ്ത സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ നാം മനസ്സിലാക്കുന്നുണ്ട്. ഗാർഹിക പീഡന നിരോധന നിയമങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തും അതുപോലെ പല രാജ്യങ്ങളിലുമുണ്ട്. എന്നിട്ടും പീഡനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കുടുംബ കോടതികൾ ധാരാളമുണ്ട്. കുടുംബ കോടതികളിലൊക്കെ ഗാർഹിക പീഡന പരാതികളുമായിട്ട് ഉമ്മമാരും സ്ത്രീകളുമെല്ലാം തന്നെ ക്യൂ നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ പ്രവാചകനിലേക്കാണ് ഇവിടെ നാം മടങ്ങേണ്ടത്. കുടുംബ ജീവിതം എങ്ങനെയാകണമെന്ന് ആ പ്രവാചകന്റെ ജീവിതത്തിലൂടെ നാം പഠിക്കണം. വിശ്വാസികൾക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത് ആ പ്രവാചകന്റെ കുടുംബ ജീവിതം പഠിക്കുക എന്നതാണ്. ആ പ്രവാചകന്റെ കുടുംബ ജീവിതം നാം പഠിക്കുമ്പോ അത്രമാത്രം പരിപൂർണമായി ജ്വലിച്ചു നിൽക്കുന്ന, പ്രകാശിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വം നമുക്ക് വേറെ എവിടെയും കാണാൻ സാധ്യമല്ല. കുടുംബ ജീവിതം നമുക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ, സമസ്യകളൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടാകുമ്പോ, പ്രവാചകന്റെ കുടുംബത്തിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് എന്തായിരുന്നു പ്രവാചകന്റെ ഭാഗത്തുള്ള പരിഹാരം എന്നൊക്കെ നാം പഠിക്കുമ്പോ നമുക്കൊക്കെ പ്രവാചകൻ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചെറിയ ഒരു ഉദാഹരണം നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പത്നിമാരുണ്ടായിരുന്നല്ലോ. അതിലൊരിക്കൽ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ മറ്റൊരു
റസൂലുള്ളാഹിന്റെ മറ്റൊരു പത്നി സഫിയ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് ഒരിക്കൽ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു എന്നാണ്. എന്താണ് ആ വാക്ക്? ബിന്തു യഹൂദിയൻ, ജൂതന്റെ മോളെ എന്ന് വിളിച്ചു. ജൂതന്റെ മോളെ. പെണ്ണുങ്ങൾക്ക് സഹജമായ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ പത്നിമാരെന്ന് വെച്ചാൽ ധാർമ്മികമായി ഒരുപാട് മാനദണ്ഡങ്ങൾ, ഉയർന്ന മാനദണ്ഡങ്ങൾ വെച്ച് പുലർത്തുന്നവരാണെങ്കിൽ മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ജൂതന്റെ മകളെ എന്ന് ആര് വിളിച്ചു? ഹഫ്സ റളിയല്ലാഹു തആല അൻഹ വിളിച്ചു. ഇത് സഫിയ റളിയല്ലാഹു തആല അൻഹ ഇഷ്ടപ്പെട്ടില്ല. അവർ കരഞ്ഞു, വല്ലാത്ത കരഞ്ഞു എന്നാണ്. റസൂലുള്ളാഹി ഒരിക്കൽ കയറി വരുമ്പോൾ അവർ കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് കരയുന്നത്? അപ്പൊ അതിന്റെ അവർ മറുപടി പറഞ്ഞു, എന്നെ ഇങ്ങനെ വിളിച്ചു ജൂതന്റെ മകളെ. നോക്കണം അല്ലാഹുവിന്റെ റസൂൽ എന്താണ് അവിടെ, എങ്ങനെയാണ് അവിടെ ഇടപെടുന്നത്? റസൂൽ തുടർന്ന് പറഞ്ഞു, നീ ജൂതന്റെ മകളല്ലേ, പിന്നെ എന്തിനാണ് നീ ഒരു ബേജാറാകാൻ ഒന്നും പറഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ജൂത സ്ത്രീയെ വിവാഹം കഴിക്കുന്നത്. പിന്നീട് ഇസ്ലാമിനെ കൊണ്ടുവന്ന് വിവാഹം കഴിക്കുന്നത്. ഇതൊക്കെ വലിയ ചരിത്രം അടുത്തോട് വിവരിക്കാൻ സമയമില്ല. അതിലൂടെ ഒരുപാട് വലിയ ഒരു ഗോത്രം തന്നെ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു സംഭവമാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത് എന്താണ്? വഇന്നകി ലഇബ്നതു നബിയ്യിൻ, ജൂതന്റെ മോളെ എന്ന് വിളിച്ച അങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുന്ന സഫിയയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഒരു നബിയുടെ മോളാണ്. നബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാറൂൻ നബിയാണ്. ഹാറൂൻ നബിയുടെ കുടുംബ പരമ്പരയിലാണ് വരുന്നത്. ഞാൻ മുമ്പൊരിക്കലും ഇവിടെ ഖുതുബ നടത്തിയിട്ടുണ്ടല്ലോ. ഇസ്രായേലി മക്കളാരാണ്, യൂതന്മാരാരാണ്, പ്രവാചകന്മാരുടെ കുടുംബ പാരമ്പര്യമുള്ളവരാണ് എന്നൊക്കെ ഒരു ഖുതുബ ഞാൻ ഇവിടെ നടത്തിയിട്ടുണ്ടോ ഒരിക്കൽ. അപ്പൊ ഇവിടെ റസൂൽ പറഞ്ഞു, നീ ഒരു പ്രവാചകന്റെ പുത്രിയാണ്, ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ പുത്രി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹാറൂൻ നബിയുടെ കുടുംബ പരമ്പര. നിന്റെ പിതൃവ്യൻ, നിന്റെ എളാപ്പ ഒരു നബിയാണ്, അതെ മൂസാ നബി. ഹാറൂൻ നബിയുടെ അനിയൻ മൂസാ നബി എളാപ്പ നബിയാണ്. ഒരു നബിന്റെ അണ്ടറിലാണ്, അധീനതയിലാണ്, റസൂലുള്ളാഹിയുടെ കീഴിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. പിന്നെ ഹഫ്സാക്ക് ഇതിനേക്കാളും വലിയ പോരിശ പറയാൻ എന്തുണ്ട് എന്നിങ്ങനെ റസൂലുള്ളാഹി ചോദിച്ചവരെ സമാധാനപ്പെടുത്തുകയാണ്. എന്നിട്ട് ഹഫ്സയിലേക്ക് തിരിഞ്ഞിട്ട് റസൂലുള്ളാഹി പറയുന്നു, ഇത്തഖില്ലാഹ യാ ഹഫ്സ, ഇത്തഖില്ലാഹ യാ ഹഫ്സ, ഹഫ്സ നീ അല്ലാഹുവിനെ പേടിക്കണം, ഇത്തരത്തിലുള്ള വാക്കുകൾ നീ പറയരുത്. നോക്കണം, വലിയ ഒരു ഭൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു സമസ്യയാണ്. ഒരുപാട് പൊട്ടിത്തെറികൾ ഉണ്ടാകാം, മനസ്സിനെ സമനിലത്തിൽ നിൽക്കാൻ സാധ്യതയുണ്ട്. അവിടേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര സൗമ്യമായ നിലക്കാണ് ഇടപെട്ടത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, പ്രവാചകന്റെ ജീവിതം, കുടുംബ ജീവിതം, അത് ഓരോ സത്യവിശ്വാസികളും പഠിക്കണം, അത് അനുകരിക്കുക. അതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ഒരുപാട് ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള ഇന്ന് നടക്കുന്ന സമസ്യകൾ, പ്രശ്നങ്ങൾ, അതിനൊക്കെ പരിഹാരം കാണാൻ നമുക്ക് ആ പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല സമാധാനം കളിയാടുന്ന, സന്തോഷം കളിയാടുന്ന, ദീനീബോധമുള്ള, അച്ചടക്കമുള്ള കുടുംബം അല്ലാഹു ഓരോരുത്തരും പ്രദാനം ചെയ്യുമാറാകട്ടെ. أقول قولي هذا أستغفر الله العظيم لي ولكم وأستغفره عني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين، وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. കുടുംബ ബന്ധങ്ങൾക്ക് ഇസ്ലാം നൽകിയ പവിത്രത, ആ മഹത്വം, അത് നാം വിശദീകരിച്ചു വരികയാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കാൻ ആവശ്യമായ ചില കാര്യങ്ങൾ മാത്രമാണ് നാം ഇവിടെ വിശദീകരിച്ചത്.
ഇനിയും ഒരുപാട് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് വിശാലമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോരുത്തരും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരും പ്രവേശിച്ചവരുമല്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവും എല്ലാം തന്നെ നിലനിൽക്കുന്ന കുടുംബമാകാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അതിനായി അല്ലാഹുവോട് നാം പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവും എല്ലാം തന്നെ കഴിയാവുന്ന ആ ഒരു ജീവിതം, കുടുംബജീവിതം അല്ലാഹു തആല എല്ലാ കുടുംബങ്ങളിലും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രിയമുള്ളവരെ, നമ്മുടെ പള്ളിയുടെ കലക്ഷനാണ്. എല്ലാവരും അതിന് ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. പിന്നീട് എല്ലാ ശനിയാഴ്ചയും നടക്കുന്ന സ്ത്രീകൾക്കുള്ള ക്ലാസ്, നാളത്തെ സാറ്റർഡേ ക്ലാസ്, എല്ലാ സ്ത്രീകളും അതിൽ ഭാഗവാക്കായി അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച്, പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച്, പ്രവാചകന്റെ ചര്യകളെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കാൻ, പഠിക്കാൻ, ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ അത്തരത്തിലുള്ള ക്ലാസുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. പിന്നീട് ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് മഗ്‌രിബിന്റെ ശേഷം ഒരു സ്ട്രീറ്റ് ദഅവ നമ്മുടെ കുതിരോളി ജംഗ്ഷനിൽ SKSMന്റെ അതിൻ്റെ യുവ സംഘടനയായ യൂത്ത് വിംഗായ ഈ ചെറുപ്പക്കാർ കൂടിയ ആ സംഘടന, നമ്മുടെ ഈ കുതിരോളി യൂണിറ്റിലെ ആ യൂത്ത് വിംഗിലെ ആളുകൾ ഈ കുതിരോളി ജംഗ്ഷനിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒരു പരിപാടി, ഒരു സ്ട്രീറ്റ് ദഅവ സംഘടിപ്പിക്കുന്നുണ്ട്. ഡ്രഗ്സിനെതിരായിട്ടുള്ളതാണ് പ്രധാനമായും. അതുകൊണ്ട് വളരെ ഈ കാലഘട്ടത്തിൽ ആവശ്യമായ, അനിവാര്യമായ ഒരു ദഅവത്താണത്. എല്ലാവരും അതിനെ സഹകരിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما